Good afternoon, all. Good afternoon, Miss. Class start ചെയ്യുന്നതാണ്. കുറച്ച് പേരുണ്ടല്ലോ ഇന്ന് ക്ലാസ്സിൽ എന്ത് മഴയൊക്കെയാണ് എല്ലായിടത്തും. മഴയുണ്ട് എല്ലാവർക്കും. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാല്ലേ കുറച്ച് പേര്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ക്ലാസ്സിൽ ടൈമായി. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മൾ ഫങ്ഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞു. ദെൻ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തോ? പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ? വായിക്കുന്നുണ്ട് എല്ലാവരും? യെസ്, ഒരാൾ മാത്രം വായിക്കുന്നുള്ളൂ, ബാക്കി ആരും വായിക്കുന്നില്ല. വായിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അതാത് ദിവസങ്ങളിൽ എടുക്കുന്നത് മാക്സിമം അന്ന് തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതില ഫസ്റ്റ് ഫങ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ജസ്റ്റ് ഒന്നുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. പ്ലാനിങ് നോക്കാം. Preparing forecast of future HR needs in the light of an organization, environment, mission and objectives, strategies and internal strategies and internal strength and weakness, including its structure, culture, technology and leadership. നമ്മൾ പറഞ്ഞു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ HR-നെ എന്താണ് ഒരു ഫ്യൂച്ചർ HR-നെ ഫ്യൂച്ചർ നീഡിലേക്ക് ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രവചനങ്ങൾ തയ്യാറാക്കുന്നതാണ് എന്തിന്റെ അടിസ്ഥാനത്തില? എൻവയോൺമെന്റ്, വിഷൻ, ലക്ഷ്യങ്ങള്, ദൗത്യം, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, സ്ട്രെങ്ത് എന്താണോ, വീക്ക്നെസ് എന്താണോ, ഇതിന്റെ എല്ലാം വെളിച്ചത്തില് HR-ന്റെ ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടി അവർ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലാനിങ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം, സ്റ്റാഫിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ആ ഫങ്ഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഡാർക്കൻ ചെയ്തിട്ടില്ലേ? പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മെയിൻറ്റെയിനിങ്, മാനേജിങ്, ഡാർക്കൻ ചെയ്തിരിക്കുന്ന മെയിൻ ഫങ്ഷൻസ് എന്ത് ചെയ്യാം? അതൊന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനോ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത പോയിന്റ്സ് പഠിക്കാം. ഇതിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ അങ്ങനെ ക്ലിയർ ആണോ? ഇതെല്ലാം ഒരുമിച്ച് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. പോയിന്റ്സ് ഉണ്ടല്ലോ, മെയിൻ പോയിന്റ്സ് ഫംഗ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആ പോയിന്റ്, പ്ലാനിങ്, സ്റ്റാഫിങ്, അത് എന്ത് ചെയ്യാം? അത് മറന്നു പോകാതെ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പഠിക്കുക. ഉള്ളിലുള്ള കാര്യം എന്ത് ചെയ്യാം? നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി വായിച്ചാൽ മതി. മെയിൻ ഫംഗ്ഷൻ ഏതൊക്കെയാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോ സെക്കൻഡ് ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ്. ഇനി എന്താണ് സ്റ്റാഫിംഗ് എന്ന് നോക്കാം. obtaining people with the appropriate skills, abilities, knowledge and experience to fill jobs in the work organization. അല്ലെ, നമുക്കറിയാം ഓർഗനൈസേഷനിലെ ആ ഒരു ജോലി ഒഴിവുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പീപ്പിളിന്, അതായത് നമ്മുടെ പേഴ്സൺസിന് അവരുടെ സ്കില്ലും എബിലിറ്റീസും നോളജും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ജോബിലുള്ള ഒഴിവുകളിനെ ഫില്ല് ചെയ്യുന്നു. അതാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചുമ്മാ പഠിച്ച ഒരാളെ നമ്മൾ ഒഴിവിലേക്ക് കയറ്റാറുണ്ടോ? ഇല്ല അല്ലെ. എക്സ്പീരിയൻസ് നോക്കും, നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഒഴിവ് വന്നിരിക്കുന്നത് അവിടേക്ക് ആവശ്യമായിട്ടുള്ള നോളജ് ഉണ്ടോ, അല്ലെങ്കിൽ കഴിവുണ്ടോ, എബിലിറ്റി ഉണ്ടോ, സ്കിൽസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതെല്ലാം നോക്കി അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷനിലോട്ട് ആ ഒരു വേക്കന്റ് ഫില്ല് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ആ ഒഴിവ് നികത്തുന്നതാണ് അല്ലെ. ഒഴിവ് നികത്തുന്നതിനെയാണ് എന്ത് വിളിക്കുക? സ്റ്റാഫിംഗ്. ഒഴിവ് നികത്തുന്നത് എബിലിറ്റിയും സ്കില്ലും എക്സ്പീരിയൻസ് ഒക്കെ അത് അറിഞ്ഞുകൊണ്ട് മീൻസ് ഉള്ളവർക്ക് മാത്രം അല്ലെ എക്സ്പീരിയൻസ്, അല്ലാതെ യാതൊരു ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലാത്ത ആളെ പിടിച്ച് നമ്മൾ നല്ലൊരു പോസ്റ്റിലോട്ട് ഇടോ? ഇല്ല അല്ലെ. അപ്പൊ അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ജോബ് ഫിൽ ചെയ്യുന്നത്. Then key practices are human resource planning, job analysis and recruitment and selection. ഈ സ്റ്റാഫിംഗിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഉണ്ട്, ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ജോബ് അനാലിസിസ് എന്താ അനാലിസിസ് ചെയ്യാന്ന് വെച്ചാല് വിശകലനം ചെയ്യുക അല്ലെ, ആ ജോലിനെ കുറിച്ച് എങ്ങനെയാണ് ആ ജോലിയുടെ ഒരു വിവരണം. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാഫിംഗിൽ ഉൾപ്പെടുന്നു.
ക്ലിയർ ആണോ? സ്റ്റാഫിംഗ് പോയിന്റ് ഓക്കെ ആണോ? മനസ്സിലാക്കാവുന്നത് ഓക്കെ, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റുകൾ പറഞ്ഞിട്ട് നമുക്ക് മൂന്നെണ്ണം വെച്ചൊന്ന് വായിച്ചു നോക്കാം. ഡെവലപ്പിംഗ് മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഡെവലപ്പിംഗ്. ഡെവലപ്പിംഗ് എന്താണ് പറയുന്നത് നോക്കാം. Analyzing learning requirements to ensure that employees possess the knowledge and skills to perform satisfactorily in their jobs or to advance in the organization. Performance appraisal can identify employee key skills and competencies. Analyzing learning requirements. Analyzing learning requirements. Analyze ചെയ്യാന്ന് വെച്ചാൽ നമ്മള് അവർക്ക് ലേണിംഗ് റിക്വയർമെന്റ്സ്, അതായത് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ലേണിംഗ്, അവരുടെ ജോലിയിൽ അവർക്ക് സാറ്റിസ്ഫാക്ടറി തൃപ്തികരമായ വിധത്തിൽ ജോലി പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ അവർക്ക് മുന്നേറാനായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുന്നതാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടോ, വികസനം ഡെവലപ്പിംഗ് ആണ് അല്ലെ. അപ്പൊ അവരുടെ ഓർഗനൈസേഷന് ഡെവലപ്പിംഗ് വരുത്താൻ വേണ്ടി അവർക്ക് ജോലിയിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദെൻ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ അവർക്ക് മുന്നേറാനായിട്ടുള്ള സ്കിൽസ്, വൈവിധ്യങ്ങള് സ്കിൽസ് ഉണ്ടോ, എബിലിറ്റി ഉണ്ടോ, ഇതെല്ലാം ഉറപ്പാക്കാനായിട്ട് നമുക്ക് അവരുടെ ലേണിംഗ് റിക്വയർമെന്റ്സ് നോക്കണം. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്. ചിലപ്പോൾ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വേണമായിരിക്കും, അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കണമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലേണിംഗ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, അനലൈസ് ചെയ്യുക. എങ്കിലേ നമുക്ക് അതിന് ട്രെയിനിങ് കൊടുക്കാം. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷന് ഉയർച്ച ഉണ്ടായിരിക്കും. Then performance appraisal can identify employee key skills and competencies. അല്ലെ, പെർഫോമൻസ് അപ്രൈസൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എംപ്ലോയീസിന്റെ പ്രകടനങ്ങൾ വിലയിരുത്താനും തിരിച്ചറിയാനും നമുക്ക് ഇങ്ങനെയുള്ള ഒരു റിക്വയർമെന്റ്സ് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയാലേ അവർക്ക് ഒരു അപ്രൈസലൊക്കെ നമുക്ക് പെർഫോമൻസിനെ വിലയിരുത്തി അതിനുള്ളൊരു റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡെവലപ്പിംഗ് ക്ലിയർ ആണോ? ഡെവലപ്പിംഗ് ഒരു പ്രാവശ്യങ്ങൾ പറയാം. അതായത് ഡെവലപ്പ് കമ്പനിക്ക് ഓർഗനൈസേഷന് ഡെവലപ്പ് വേണം അല്ലെ. അപ്പൊ ഡെവലപ്പ് വേണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന അവര് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ്, അവർ തൃപ്തികരമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ദെൻ ഇനി അവർക്ക് എന്തെങ്കിലും ആ ഓർഗനൈസേഷനിൽ നിലനിൽക്കാൻ മുന്നേറാനായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലെ. ഇനി അവർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ്, ചിലപ്പോൾ ട്രെയിനിങ് വേണമായിരിക്കും. ചില സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, സോ അവർക്ക് ട്രെയിനിങ്ങിന്റെ പോരായ്മയായിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. സോ നമ്മുടെ ഓർഗനൈസേഷൻ ഡെവലപ്പ് ആയിട്ട് വരും. ഓക്കെ, അത്രയുള്ള ആ ഒരു ഒറ്റ പോയിന്റ് ആണ് അതിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം. മോണിറ്ററിങ്. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? മോണിറ്റർ ചെയ്യുക എന്ന് പറയാറില്ലേ, നമ്മൾ നോർമലായിട്ട് പറയാറുണ്ടല്ലോ. മോണിറ്ററിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? മോണിറ്റർ ചെയ്യുക. ഒരു വ്യക്തിയെ മോണിറ്റർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മോണിറ്ററിങ്? വിലയിരുത്തുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്ന് പറയും നമ്മള് അല്ലെ. മോണിറ്ററിങ് ചെയ്യില്ലേ? നോക്കാം. The design administration of reward system, HR practices include job evaluation, performance appraisal, pay and benefits. അതായത് നമ്മൾ എന്ത് ചെയ്യും? HR എന്ത് ചെയ്യും? അവരുടെ ജോലി പെർഫോമൻസിനെ വിലയിരുത്തും അല്ലെ, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ അവരുടെ സ്റ്റാഫുകളെ അവർ വിലയിരുത്തുന്നു, മോണിറ്ററിങ് ചെയ്യുന്നു. അവരുടെ വർക്ക് കൃത്യസമയത്താണോ, അവര് എന്താണ് ജോലിക്ക് വരുന്നത് കൃത്യസമയത്താണോ, അല്ലെങ്കിൽ അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് ഉള്ള ജോബ് ആണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടോ അങ്ങനെ ടാർഗറ്റ് ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ കൃത്യസമയത്ത്, അല്ലെങ്കിൽ ഇത്ര ഒരു മന്തിൽ ഇത്ര ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ അവരെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ അല്ലെ. എന്നിങ്ങനെയുള്ള അവരുടെ പെർഫോമൻസ്, അവരെങ്ങനെയാണോ ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, പെർഫോമൻസിനെ മോണിറ്റർ ചെയ്ത് അതിന് ഇവാലുവേഷൻ ചെയ്യും. അവര് നല്ല രീതിയിലാണോ എന്നൊക്കെ നോക്കിയിട്ട് അവരുടെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ എന്താണ് റിവാർഡൊക്കെ കൊടുക്കും. ഇൻസെന്റീവ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇൻസെന്റീവ്, ഫിക്സഡ് സാലറി പ്ലസ് ഇൻസെന്റീവ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? യെസ് അല്ലെ. അപ്പൊ അതൊക്കെ എക്സ്ട്രാ കൊടുക്കുന്നതാണ് അവർക്ക് അല്ലെ. നമ്മൾ ചെയ്യുന്നതിന് ഒരു ഫിക്സഡ് സാലറി ഉണ്ടാകും,
ദെൻ എക്സ്ട്രാ കൊടുക്കും അല്ലെ? വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും, ടാർഗറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിംഗിലൊക്കെ വരുമ്പോഴാണ് എക്സ്ട്രാ ഇൻസെന്റീവ്. അത് നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻസെന്റീവ് കിട്ടുന്നത്. എല്ലാവർക്കും ഇൻസെന്റീവ് കിട്ടും? എല്ലാവർക്കും ഇൻസെന്റീവ് കൊടുക്കാറുണ്ടോ? ഇല്ല. ഓരോരുത്തരുടെയും എങ്ങനെയാണ് പെർഫോമൻസ്, നല്ല രീതിയിൽ ഇപ്പൊ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻസെന്റീവ്സ് കൊടുക്കും. അപ്പൊ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും. ഇതാണ് അത് വിലയിരുത്തിക്കൊണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പെർഫോമൻസിന് റിവാർഡ് കൊടുക്കും. ഇതുപോലെ ഇൻസെന്റീവ്, സാലറി അല്ലെങ്കിൽ എക്സ്ട്രാ മറ്റു ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ മോണിറ്ററിംഗിൽ പറയുന്നത്. ക്ലിയർ ആണോ മോണിറ്ററിംഗ്? ഓക്കെ ആണോ? സിമ്പിൾ ആണ് കേട്ടോ. ഉള്ളിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. മെയിൻ പോയിന്റ്സുകൾ മറക്കാതെ പഠിച്ചു പോകണം. ഫസ്റ്റത്തെ 4 ഫംഗ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്. ഈ 4 എണ്ണം ഒന്ന് വായിച്ചു നോക്കാം. ഉള്ളിലുള്ളത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു നോക്കി. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ ആണോ? വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചിട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം. ഒരുമിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ എന്താ പറയാ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നോക്കാണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പോയിന്റ്സുകൾ വായിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ മെയിൻറ്റെയിനിങ് നോക്കാം. ദ ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് അല്ലേ നമ്മൾ വായിച്ചത്? മോണിറ്ററിംഗ് വരെയാണോ? ഓക്കെ ഓക്കെ. മെയിൻറ്റെയിനിങ് ദ ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, മോണിറ്ററിംഗ് കഴിഞ്ഞിട്ട് മാനേജിങ് റിലേഷൻഷിപ്പ് ആണോ ടെക്സ്റ്റിൽ കിടക്കുന്ന പോയിന്റ്? അതല്ലേ മാനേജിങ് റിലേഷൻഷിപ്പ് അല്ലേ? ഓക്കെ ഓക്കെ, ആണോ? മാനേജിങ് റിലേഷൻഷിപ്സ്. ഓക്കെ, മാനേജിങ് റിലേഷൻഷിപ്സ് ഞാൻ വായിച്ചപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ, സോറി. മാനേജിങ് റിലേഷൻഷിപ്പ് ആണ് അടുത്ത പോയിന്റ്. മാനേജിങ് റിലേഷൻഷിപ്സ് encompasses a range of employee involvement participation schemes in non-union or union workplace. In a union environment, this includes negotiating contracts and administering the collective agreement. വാക്കുകൾ കേട്ടാലും പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ്. മാനേജിങ് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാന്ന്. അതായത് എന്താണ്? എ റേഞ്ച് ഓഫ് എംപ്ലോയി ഇൻവോൾവ്മെന്റ് പാർട്ടിസിപ്പേഷൻ സ്കീംസ്. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ? യൂണിയനിൽ അംഗമാവുക എന്നൊക്കെ പറയില്ലേ? യൂണിയൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ? ഇപ്പൊ നമ്മൾ ഏതൊരു നിങ്ങൾ ഫെറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു യൂണിയൻസ് ഉണ്ടാകും. സോ നോക്കി, encompass a range of employee. encompasses ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. encompasses അതായത് ഏതെങ്കിലും ഒരു യൂണിയനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യും? യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടാകും. ട്രേഡ് യൂണിയനിൽ അവർ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവരുണ്ടാവാം യൂണിയൻ വർക്ക് പ്ലേസ്, നോൺ യൂണിയൻ വർക്ക് പ്ലേസ്. അപ്പൊ ഇവിടെ പറയുന്നത് മാനേജ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പനി, നമ്മുടെ ഓർഗനൈസേഷൻ ഈ യൂണിയനുകളിലേക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. യൂണിയനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇനി യൂണിയൻ എൻവയോൺമെന്റ്
This include negotiating contracts and administering the collective agreement. Negotiator എന്താ പറയാ? Negotiate കേട്ടിട്ടുണ്ടോ? Negotiate contracts. അതായത് ഇപ്പൊ യൂണിയനിലാണെങ്കിൽ അവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ യൂണിയനിൽ പല കാര്യങ്ങളും ചർച്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള ചർച്ചകളും എഗ്രിമെന്റ്സും ഇതെല്ലാം എന്ത് വേണം? കൂട്ടായിട്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് നടപ്പിലാക്കണം. ഓർഗനൈസേഷൻ മാറി നിൽക്കാതെ യൂണിയൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഒപ്പം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണമെന്ന്. അതായത് ഇപ്പൊ യൂണിയനൊക്കെ ആണെങ്കിൽ കരാറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കരാറിന്റെ കൈകാര്യം ചെയ്ത വ്യക്തികളൊക്കെ മാറും. ഓരോ വർഷം കൂടുന്തോറും മാറും. ഒരാൾ തന്നെയായിരിക്കോ ഒരു 1 year കോൺട്രാക്റ്റിലൊക്കെ ആയിരിക്കും ഒരു യൂണിയന്റെ ആളായിട്ട് നിൽക്കുന്നത് ട്രേഡിന്റെ. പക്ഷെ അടുത്ത വർഷം അടുത്തൊരു വ്യക്തിയായിരിക്കും. സോ അവരെടുക്കുന്ന തീരുമാനങ്ങളും കോൺട്രാക്ട്സുകളും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണമെന്ന്. ഓർഗനൈസേഷൻ യൂണിയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക? മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അതാണ് മാനേജിങ് റിലേഷൻഷിപ്പിൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? യൂണിയൻസ് ആയിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ടാകാനൊക്കെ പറയില്ലേ നമ്മള്? എന്ന് പറയാറുണ്ടോ? യെസ് അല്ലെ? നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ പറയാറുണ്ടല്ലോ. യൂണിയനായിട്ട് അങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് പോകാതെ അവർ തമ്മിൽ നല്ലൊരു ലിങ്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ലിങ്ക് ഉണ്ടായിരിക്കാന്നൊക്കെ പറയാറില്ലേ നിങ്ങള്? നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് പറഞ്ഞത്. ഒരുപാട് തിയറിറ്റിക്കൽ ആയിട്ട് പറയുന്നതിനേക്കാളും ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയുന്നതല്ലേ എളുപ്പം? ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ? എന്ത് പറ്റി എല്ലാവരും ഉച്ചയൊക്കെ അത്യാവശ്യം നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറക്കത്തിലാണോ? ഉറക്കം വരുന്നുണ്ടോ? ബോറിംഗ് ഉണ്ടോ? ഓക്കെ, അങ്ങനെ ചർമ്മാണ്. കുറച്ച് ബോറിംഗ് ഒക്കെ വരാം, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? എങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പഠിക്കണം. ഒരു ദിവസം 1 മണിക്കൂർ ക്ലാസ് അല്ലേ ഉള്ളൂ. സോ എന്തായാലും കഷ്ടപ്പെട്ടിട്ടായിട്ട് നമ്മൾ ഇരുന്നേ പറ്റും. ഓക്കെ, എങ്ങനെ നമുക്ക് ക്ലാസ്സിലോട്ട് തിരിച്ചു തരാം. അപ്പൊ മാനേജിങ് റിലേഷൻഷിപ്പ് അല്ലെ? അപ്പൊ പറഞ്ഞത് യൂണിയൻസുമായിട്ട് നല്ലൊരു ലിങ്ക് ഉണ്ടായിരിക്കണം. ഫംഗ്ഷനില്ല ലാസ്റ്റ് വണ്ണാണ് ഇവാലുവേറ്റിംഗ്. ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പെർഫോമൻസിനൊക്കെ വിലയിരുത്തുന്നത്. നോക്കാം. ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് മെഷർ, ഇവാലുവേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ വാല്യൂ ആഡഡ് കമ്പോണന്റ് ഓഫ് HR പ്രാക്ടീസസ് ആൻഡ് ദ എൻറ്റയർ HR സിസ്റ്റം ടു ദ ഓർഗനൈസേഷൻ. വാല്യൂ ആഡഡ് കമ്പോണന്റ് HR പ്രാക്ടീസിലും HR ഹ്യൂമൻ റിസോഴ്സിന്റെ ഓർഗനൈസേഷന്റെ സിസ്റ്റത്തിലും വാല്യൂ ആഡഡ് ആയിട്ടുള്ള കോമ്പോണന്റ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്. എന്താ വാല്യൂ ആഡഡ് കോമ്പോണന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ബോർഡിൽ തന്നെ ഉണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി. വാല്യൂ ആഡഡ് ആയിട്ടുള്ള കോമ്പോണന്റ് വേണം എന്ന്. എന്താ വാല്യൂ ആഡഡ്? വാല്യൂ ആഡഡ് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. വാല്യൂ ആഡഡ് സർവീസസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താ ഇവിടെ അർത്ഥമാക്കുന്നത്? വാല്യൂ ആഡഡ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? മൂല്യം അല്ലെ? നമ്മൾ മൂല്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രാക്ടീസസുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു HR ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. അതായത് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞു പ്ലാനിങ് അല്ലെ? സോ ഈ പ്ലാനിങ്ങില് ഓരോ കാര്യങ്ങള് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് വാല്യൂ ആഡഡ് ആണോ, മൂല്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കണം. ഇവാലുവേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? വാല്യൂ ആഡഡ് ആ ഒരൊറ്റ പോയിന്റ് ആണ് അവിടെ പറയുന്നത്. വാല്യൂ ആഡഡ് കോമ്പോണന്റ് നമ്മൾ ഓർഗനൈസേഷന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ, എന്തെങ്കിലും പ്രാക്ടീസസോ അല്ലെങ്കിൽ ഒരു കാര്യം പ്ലാനിങ് ഡിസൈൻ ചെയ്യുകയാണ്. സോ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് മൂല്യമുണ്ടോ, മൂല്യമുള്ളതാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ആ ഒരൊറ്റ പോയിന്റ് ഓർക്കാം, വാല്യൂ ആഡഡ്. ക്ലിയർ ആണോ? ഇവാലുവേറ്റിംഗ് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മോണിറ്ററിംഗ് വരെയല്ല നമ്മൾ വായിച്ചു നിർത്തിയത്. ദെൻ മാനേജിങ്ങും ഇവാലുവേറ്റിംഗും 2 പോയിന്റ് അല്ലേ ഉള്ളൂ. 2 പോയിന്റ്സ് കൂടി ഒന്ന് വായിച്ചു നോക്കാം. ആ മെയിൻ പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫംഗ്ഷനിലെ മെയിൻ ഡാർക്കൻ ചെയ്തിരിക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കും, ഹൈലൈറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഉള്ളിലുള്ളത് മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾ പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്,
മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പഠിക്കുക ഫംഗ്ഷൻ, ദെൻ നമുക്ക് വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കംപ്ലീറ്റ് ചെയ്തില്ല എല്ലാവരും? 2 പോയിന്റ്സ് അല്ലേ ഇനിയുള്ളൂ? ഓക്കെ. അപ്പൊ നമ്മൾ നോക്കിയത് HRMന്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മെയിൻറ്റെയിനിങ്, മാനേജിംഗ്, റിലേഷൻഷിപ്പ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഇത്രയുമാണ് ഒരു HRMന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മെയിൻറ്റെയിനിങ്, മാനേജിംഗ്, റിലേഷൻഷിപ്സ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മള് നേരത്തെ പഠിച്ചു, 2 നമ്മൾ പഠിക്കാനായിട്ട് എളുപ്പത്തിന് HRM റിസോഴ്സ് മാനേജ്മെന്റിനെ നമ്മൾ 2 തിരിച്ചിരിക്കുന്നു. പേഴ്സണൽ മാനേജ്മെന്റും റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പേഴ്സണൽ മാനേജ്മെന്റ് എന്നും അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നും. ഇത് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ചെറിയൊരു ഡിഫറൻസ് പോലെ പറഞ്ഞിരിക്കുകയാണ്. ഡിഫറൻസ് എല്ലാം എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഡെഫിനിഷൻ പോലെ സൂചിപ്പിച്ചിരിക്കുന്നത്. നോക്കാം കേട്ടോ. The main difference between personal management and human resource management lies in their scope and orientation. അപ്പോൾ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കോപ്പും ഓറിയന്റേഷനുമാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വ്യാപ്തിയും അതിന്റെ പരിഷ്കരണങ്ങളും അല്ലെ, അതായത് അതിലുള്ള കാര്യങ്ങളും സെപ്പറേറ്റഡ് ആണെന്ന്. സ്കോപ്പ്, പേഴ്സണൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് ഒരെണ്ണത്തിന് ചിലപ്പോൾ വൈഡ് സ്കോപ്പ് ആയിരിക്കാം, ഒരെണ്ണം ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പ് ആയിരിക്കാം. സോ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കോപ്പും ഓറിയന്റേഷനും. ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ അറിയാലോ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, പരിഷ്കരണങ്ങൾ, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ പറയാൻ പോവുകയാണ് ഓരോന്നിന്റെ പ്രത്യേകത. While the scope of personal management is limited, underline ചെയ്യാം കേട്ടോ. സ്കോപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ലിമിറ്റഡ് ആണ്. ആൻഡ് ഹാസ് ആൻ ഇൻവേർട്ടഡ് അപ്രോച്ച്. ഇൻവേർട്ടഡ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻവേർട്ടഡ് എന്ന് വെച്ചാൽ ഒരു വിപരീതമായിട്ടുള്ള അപ്രോച്ച് ആണെന്ന്, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സിനും ഓപ്പോസിറ്റഡ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള എന്നൊക്കെയുള്ളൊരു മീനിങ്. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ്, ദെൻ ഇൻവേർട്ടഡ് അപ്രോച്ച് ആണ്. അണ്ടർലൈൻ ചെയ്തോ ലിമിറ്റഡ് എന്നുള്ളത്? ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. വർക്കേഴ്സ് ആർ വ്യൂഡ് ആസ് എ ടൂൾസ്. അണ്ടർലൈൻ ചെയ്യണേ. പേഴ്സണൽ മാനേജ്മെന്റില് വർക്കേഴ്സിന് ഒരു ടൂൾസ് ആയിട്ടാണ് കാണുന്നത്. വർക്കേഴ്സ് എന്ന് വെച്ചാൽ വെറും ഉപകരണം, അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഉപകരണം, ഒരു മെഷീൻസിനെ പോലെയാണ്, അല്ലെങ്കിൽ ടൂൾസ് ആയിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ് കണക്കാക്കുന്നത്. Okay. Then here the behavior of the workers can be manipulated as per the core competencies of organization and are replaced when they are worn out. മാനിപ്പുലേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്, അതായത് തൊഴിലാളികൾ ഇവർ കൈകാര്യം ചെയ്യുന്നത് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരോട് കുറച്ച് എന്താ പറയാ പ്രാതിനിധ്യം കൂട്ടുക എന്നൊക്കെ പറയില്ലേ. സോ നമ്മള് ഒരു വർക്കേഴ്സിന് ജസ്റ്റ് ഒരു ടൂൾസ് മാത്രമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, തൊഴിലാളികളെ അവര് ഒരു കൈകാര്യം ചെയ്യുന്നത്, മാനിപ്പുലേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുകയാണ്. അവരുടെ പെരുമാറ്റം ഒരു സ്ഥാപനത്തിന്റെ കഴിവനുസരിച്ചിട്ടായിരിക്കണം. അതായത് അവര് പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെയാണ് തൊഴിലാളികളെ അവർ കാണുന്നത്. Then last one നോക്കി, are the competence of organization are replaced when they are worn out. Worn out ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കഴിവില്ലാത്ത, അതായത് അവർ നോക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യാത്ത ആളുകളെ എംപ്ലോയീസിന് എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്തിട്ട് അവര് മറ്റു എംപ്ലോയീസിനെ നിയമിക്കുന്നു. വോൺ ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാന്ന്. അവരുടെ ദൃഷ്ടിയിൽ എന്താ പറയാ, അവർക്ക് ചേരുന്നതല്ലാത്ത തൊഴിലാളികളെ അല്ലെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുകയോ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഒരു അവസരം കൊടുക്കാതെ അവർ എന്ത് ചെയ്യും? വോൺ ഔട്ട് ചെയ്യും, റീപ്ലേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു ടൂൾസ്, അല്ലാതെ സ്റ്റാഫുകളുമായിട്ടൊരു എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് മീൻസ് അറിയാലോ, ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ട് അവർക്ക് പ്രോഫിറ്റബിൾ ഉണ്ടാക്കുന്നത് ആരാണ്? സ്റ്റാഫാണ് അല്ലെ. അവിടുത്തെ എംപ്ലോയീസ് ആയിട്ട് ഒരു ലിങ്ക് ഇല്ല, ഒരു കണക്ഷൻ ഇല്ലാത്ത തരത്തില് ഓക്കെ, വെറും ഒരു ഉപകരണം, ഒരു ടൂൾസ് മാത്രമായിട്ട് കണക്കാക്കുന്നു. ദെൻ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ എന്താ പറയാ, അവരുടെ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രം അവർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ മേൽ അടിച്ചു വെക്കുക. ദെൻ അവർക്ക് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ അവർക്കൊരു ട്രെയിനിങ്സോ ഒന്നും കൊടുക്കാതെ അവർ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. അവർക്ക് ഇഷ്ടം പോലെ അവര് റീപ്ലേസ് ചെയ്തിട്ട് അടുത്ത സ്റ്റാഫിനെ അവർ നിയമിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് പറയാം, മാക്സിമം സിമ്പിൾ ആക്കി നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു പോകാം. പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? ലിമിറ്റഡ് ആണ്, ദെൻ ഇൻവേർട്ടഡ് അപ്രോച്ച്, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് വർക്കേഴ്സ് ആസ് വ്യൂഡ് ആസ് എ ടൂൾസ്. ടൂൾ ആയിട്ട് നമ്മള് സ്റ്റാഫിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ കാണുന്നു. ദെൻ അവരെന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യുന്നു, വോൺ ഔട്ട് ചെയ്യുന്നു. ഈ 4 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. പേഴ്സണൽ മാനേജ്മെന്റ് പഠിച്ച എല്ലാവരും പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പ് ആണ് അല്ലെ. ഇൻവേർട്ടഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? ടൂൾസ് ആയിട്ട് കാണുന്നു. ദെൻ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചെയ്യും? അവര് റീപ്ലേസ് ചെയ്യും, വോൺ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക പേഴ്സണലില്. ക്ലിയർ ആണല്ലോ പേഴ്സണൽ മാനേജ്മെന്റ്? മാക്സിമം നമ്മൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയാ സിമ്പിൾ ആക്കി നിങ്ങൾ തന്നെ ഷോർട്ട് ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആക്കി 4 പോയിന്റ് ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ അതുപോലെ പറ്റുന്നത് കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. ദെൻ സെക്കൻഡ് വൺ, അപ്പോ നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്ന് കണ്ടു, അത്യാവശ്യം അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചു. ദെൻ നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഓൺ ദ അതർ ഹാൻഡ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാസ് വൈഡർ സ്കോപ്പ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, വൈഡർ സ്കോപ്പ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ലിമിറ്റഡ് ആണെങ്കിൽ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വൈഡർ സ്കോപ്പ് ആണ്. ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട് അല്ലേ. നിങ്ങൾക്കും ഭാവിയിൽ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് സ്കോപ്പ് ഉണ്ട്, ലിമിറ്റഡ് അല്ല അല്ലെ. ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, then human resource management has wider scope and considered employee as a asset to the organization. Underline ചെയ്യാട്ടോ, അസറ്റ്. അവിടെ നമ്മൾ പറഞ്ഞു എംപ്ലോയീസിനെ ടൂൾ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ അവരൊരു അസറ്റ് ആയിട്ടാണ് കാണുന്നതെന്ന് അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ വർക്ക്ഔട്ട് ആകുമോ? ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം മതിയോ? ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യോ? ആണോ? ഒരു വർക്കേഴ്സ് ഇല്ലാണ്ട് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റുമോ? കമ്പനി ഉടമയും കുറച്ച് അവർക്ക് അതിനുള്ള ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു കമ്പനി റൺ ചെയ്യോ? ഇല്ല. അതിന്റെ കൂടുതലും 90% എഫോർട്ട് എടുക്കുന്നത് ആരാണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിനെ വ്യൂ ചെയ്യുന്നത് എംപ്ലോയി ആസ് ദി അസറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഒരു അസറ്റ് ആയിട്ടാണ് നമ്മള് എംപ്ലോയീസിനെ ഹ്യൂമൻ റിസോഴ്സ് HRM കാണുന്നത്. ഓക്കെ, it promotes mutually in terms of goals, responsibility, rewards, etc. that will help in enhancing the economic performance and high level of human resource development. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്, നല്ല വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് ആണ്. ദെൻ എംപ്ലോയീസിന് നല്ലൊരു അസറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ എക്കണോമിക് പെർഫോമൻസും എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു വികസനം, ഓർഗനൈസേഷന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു വികസനം മെച്ചപ്പെടുത്തുന്നതിനും നല്ല രീതിയിലുള്ള ഉയർന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് ഒരു ഉയർന്ന രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയും
അതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങള്, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള്, റിവാർഡ്സ് എന്നിവയെല്ലാം ഒരു മ്യൂച്വലി റിലേറ്റഡ് ആണെന്ന്. അതായത് ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇക്കണോമിക് പെർഫോമൻസ്, നല്ലൊരു ഓർഗനൈസേഷന് നല്ലൊരു പെർഫോമൻസ് ലഭിക്കാനും റിസോഴ്സ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഗോൾസും റെസ്പോൺസിബിലിറ്റി, റിവാർഡ്സ് ഇതെല്ലാം തമ്മിലൊരു മ്യൂച്വലി കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? എന്താണ് എംപ്ലോയീസിന്റെ പ്രകടനം വിലയിരുത്തിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ട്രെയിനിങ്സ് കൊടുക്കും, നല്ല പെർഫോമൻസ് ആണെങ്കിൽ അവർക്ക് അപ്രൈസൽ കൊടുക്കും, റിവാർഡ്സ് കൊടുക്കും, ഇൻസെന്റീവ്സ് കൊടുക്കും, അല്ലേ? ഇതിനെല്ലാം ഒരു മ്യൂച്വലി ഒരു റിലേഷൻ ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില്. ക്ലിയർ ആണോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അധികം പറയണ്ടല്ലോ, നമ്മൾ പഠിക്കണല്ലേ, അല്ലേ? ഇപ്പൊ ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മൾ പഠിച്ചത് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമാണ്. പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് ആണ്. ദെൻ വർക്കേഴ്സിനെ കാണുന്നത് ആസ് എ ടൂൾ ആയിട്ടാണ്. ദെൻ അവർക്ക് എപ്പോ വേണമെങ്കിലും എന്താണ് വർക്കേഴ്സിനെ അവർ റീപ്ലേസ് ചെയ്യുന്നു. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചു വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് ആണ്. ദെൻ അസറ്റ് ആയിട്ടാണ്, ഓർഗനൈസേഷന്റെ ഒരു അസറ്റ് ആയിട്ടാണ് അവര് എംപ്ലോയീസിനെ കാണുന്നത്. ദെൻ മ്യൂച്വലി കണക്ഷൻ ഉണ്ട്, ഗോൾസും റെസ്പോൺസിബിലിറ്റി, റിവാർഡ്സ് ഒക്കെ തമ്മിൽ. അതായത് പെർഫോമൻസ് ഒക്കെ വിലയിരുത്തി അവർക്ക് അതിനുള്ള പ്രൈസിലും റിവാർഡ്സ് ഒക്കെ നൽകുന്നു. ക്ലിയർ ആണോ? രണ്ടും പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ആക്കി 4 പോയിന്റിൽ നമ്മൾ ഒതുക്കി പറഞ്ഞു. അതുപോലെ ഒന്ന് സ്വയം ഒന്ന് വായിക്കുമ്പോ അങ്ങനെ വായിക്കാം കേട്ടോ. വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോയിക്കോളും. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമൊന്നുമില്ല, മനസ്സിലായി. ഓക്കെ, ദെൻ സ്പീഡ് ഓക്കെ ആണോ? ക്ലാസ്സിന്റെ സെറ്റ് ആണോ? ഓക്കെ, ആ ശ്രീരാജ് ഓക്കെ ആണ്. ദെൻ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ കുറച്ച് ഉറക്കമൊക്കെ പോകണ്ടേ? അത്യാവശ്യം കുറച്ചൊക്കെ ഉറങ്ങുന്നുണ്ടാവും എനിക്ക് അറിയാം, അല്ലെ? സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ടാകും. ഉറക്കമൊക്കെ പോകാമെങ്കിൽ അത് കുറച്ച് എന്താ പറയാ, ഇച്ചിരി സൗണ്ടിലൊക്കെ പറയട്ടെ. ഇനി എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ലോ ചെയ്യാം. സ്ലോ ചെയ്യണോ? ഈ ഒരു സ്പീഡിൽ പോയാൽ പോരെ? എല്ലാവരും ഇതിൽ ഓക്കെ ആണോ? ഈ ഒരു സ്പീഡ് ഓക്കെ? ദെൻ അപ്പോ നമ്മള് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും നോക്കി. ദെൻ നെക്സ്റ്റ് അടുത്തത് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. വീണ്ടും പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ നോക്കിയത് രണ്ടും എന്താണ് അതിന്റെ ഡിഫറൻസുകൾ എന്നാണ് പഠിച്ചത്. ഓക്കെ, ലിമിറ്റഡ് ആണ്, വൈഡ് ആണ്, അങ്ങനെയുള്ള ഡിഫറൻസ് ആണ് പഠിച്ചത്. ഇത് നമ്മള് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം.
Personal management is a part of a management that deals with the recruitment, hiring, staffing, development and compensation of workers, okay, and their relation with the organization to achieve organizational objectives. Personal മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് അല്ലെ, മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇതിനകത്ത് ഡീൽ ചെയ്തിരിക്കുന്നത് എന്തിലൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് ഉണ്ട്, ഹയറിംഗ്, സ്റ്റാഫിംഗ്, ഡെവലപ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ ഓഫ് ദ വർക്ക് പ്ലേസ് ആൻഡ്. അപ്പോ ഈ ഡെവലപ്പിംഗിലും റിക്രൂട്ട്മെന്റിലും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഡീൽസ് ചെയ്തിരിക്കുന്നത്. Then their relationship with organization to achieve organizational objectives, അല്ലെ, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തികളും സ്ഥാപനങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. വർക്കേഴ്സിന് ഒരു ടൂൾസ് മാത്രമായിട്ടാണ് കാണുന്നത്, അവരുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള്, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ വരുന്നത്, ഡീൽ ചെയ്തിരിക്കുന്നത്. Then the primary functions of personal management are divided into two categories. Personal managementന്റെ പ്രധാനമായിട്ടും പ്രൈമറി ഫംഗ്ഷൻ ആണ്, രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. അതില് ഓപ്പറേറ്റീവ് ഫങ്ഷൻസും മാനേജീരിയൽ ഫങ്ഷനും ഉണ്ടോ? ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, പറയണോ? ഒന്നുകൂടി പറയണോ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത് തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. ദെൻ ഡീൽ ചെയ്തിരിക്കുന്നത് റിക്രൂട്ട്മെന്റും ഹയറിംഗും സ്റ്റാഫിംഗ് ആണ്. ദെൻ എന്താണ് അവരുടെ ഓർഗനൈസേഷന്റെ ദൗത്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനും അതുപോലെ എംപ്ലോയീസും തമ്മിലുള്ള ഒരു റിലേഷൻ ആണെന്ന് ടൂളായിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഫങ്ഷൻസ് പറയാലോ നമുക്ക്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിന്റെ രണ്ട് പ്രൈമറി ഫങ്ഷൻസ് ആണ്, ടു കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഓപ്പറേറ്റീവ് ഫങ്ഷനും രണ്ട് മാനേജീരിയൽ ഫങ്ഷനും. നോക്കാം ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. ഓപ്പറേറ്റീവ് ഫങ്ഷൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസേൺ വിത്ത്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്. അല്ലാതെ ഓപ്പറേറ്റീവ് ഫങ്ഷൻ കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. ചിലപ്പോ ഓഡ് വൺ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോ ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? വിത്ത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ജോബ് ഇവാലുവേഷൻ, എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ, മെയിൻ്റനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. അറിയാത്ത വേർഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, പറയാം. അപ്പൊ ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പറേറ്റീവ് പ്രവർത്തനങ്ങളാണ് അല്ലെ, പ്രവർത്തനങ്ങളെയാണ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് പ്രൊക്യൂർമെന്റ്, കൺസേൺ വിത്ത് പ്രൊക്യൂർമെന്റ്. എന്താ പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? പ്രൊക്യൂർമെന്റ് കേട്ടിട്ടുണ്ടോ ടോമ്? പ്രൊക്യൂർമെന്റ് മീനിങ്, പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ സംഭരിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും സംഭരിക്കുക എന്ന് പറയുള്ളൂ. ഇവിടെ സംഭരിക്കുക, ശേഖരിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ഇല്ല. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് സംഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർഗനൈസേഷനിൽ സംഭരിക്കുക എന്ന് പറഞ്ഞാല് മനസ്സിലായോ? സംഭരിക്കുക ഇവിടെ പ്രൊക്യൂർമെന്റ് ഉദ്ദേശിക്കുന്നത് എംപ്ലോയ്മെന്റ്സിനെ, അതായത് എംപ്ലോയ്മെന്റിന് നമ്മുടെ ഒരു കമ്പനിയിലേക്ക് സംഘടിപ്പിക്കുക, അതായത് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുക, കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, എഴുതി വെച്ചോളൂ കേട്ടോ, അറിയാത്തവരാണെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ സംഘടിപ്പിക്കുക എന്ന് തന്നെ എഴുതി വെച്ചോളൂ. കാരണം സംഭരിക്കുക എന്നാണ് അതിന്റെ പ്രോപ്പർ മലയാളം. പക്ഷെ നമുക്ക് ഇവിടെ നമ്മളത് ഉപയോഗിക്കുന്നത് എംപ്ലോയീസിനെ സംഘടിപ്പിക്കുക, ഒരു ഓർഗനൈസേഷൻ കമ്പനിയിലോട്ട് എംപ്ലോയീസിനെ എടുക്കുന്നത് വരെ അർത്ഥമാണ്. ഡെവലപ്മെന്റ് അല്ലെ, വികസനം, കോമ്പൻസേഷൻ, ജോബ് ഇവാലുവേഷൻ, ജോബിന് വിലയിരുത്തൽ, എംപ്ലോയി വെൽഫെയർ, എംപ്ലോയീസിന്റെ വെൽഫെയർ, യൂട്ടിലൈസേഷൻ, യൂട്ടിലൈസേഷൻ അറിയാലോ, മാക്സിമം അവിടുത്തെ എങ്ങനെയാണ് യൂട്ടിലൈസേഷൻ ചെയ്യുന്നത്, മെയിൻ്റനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ചാൽ എന്താ? ബാർഗെയിൻ ചെയ്യാന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോ? ബാർഗെയിൻ അതായത് എന്താണ്? കമ്പനി അവരുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി എംപ്ലോയീസിനെ ബാർഗെയിൻ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൂൾ, വെറും ടൂള് മാത്രമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്
കമ്പനിയുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു കമ്പനി എംപ്ലോയീസ് ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ല അല്ലെ, ടൂള് മാത്രമായിട്ടാണ് അവരെ കാണുന്നത്. സോ എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾക്ക്, ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ വില പേശുക എന്നൊക്കെ പറയില്ല നമ്മള്. അവർക്ക് ഇത്ര ശമ്പളമൊക്കെ ചിലപ്പോൾ സാലറി വളരെ കുറവായിരിക്കും, ഒരുപാട് ടാർഗറ്റ് ഒക്കെ കൊടുക്കും, വർക്ക് ലോഡ് ഒക്കെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, ബാർഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, കോപ്പറേറ്റീവ് ഫംഗ്ഷൻസില് കൺസേൺഡ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ജോബ് ഇവാലുവേഷൻ, എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. ആ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പേഴ്സണൽ മാനേജ്മെന്റിലെ രണ്ട് ഫംഗ്ഷൻസ് ആണ്, കാറ്റഗറി ആണ് ഓപ്പറേറ്റീവും മാനേജീരിയലും. അത് ഓർത്ത് വെക്കുക. ദെൻ ഓരോ ഫംഗ്ഷനിലും വരുന്നത് എന്തൊക്കെയാണ്, അത്രയും മാത്രം പഠിക്കാം. ഒരുപാടൊന്നും പഠിക്കേണ്ട, ആവശ്യത്തിലധികം തന്നെ ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് മാനേജീരിയൽ ഫംഗ്ഷൻ പറയാലോ. അടുത്തത് മാനേജീരിയൽ ഫംഗ്ഷൻ അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഓക്കെ. Then managerial function include ചെയ്യുന്ന കാര്യങ്ങള് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, മോട്ടിവേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആർ ബേസിക് മാനേജീരിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് മാനേജീരിയൽ ആക്ടിവിറ്റീസിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Planning, organizing, directing, motivation, control and coordination. Underline cheya. Personal management നടത്തുന്ന managerial activities ആണ് planning, organizing, directing, motivation, control and coordination. Underline ചെയ്തില്ലേ? Okay. ഇനി അടുത്തൊരു കാര്യം, ഒരു കുഞ്ഞു സെന്റൻസ് കൂടി പറയുന്നുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The management has been superseded by human resource management as the development of the technology has taken place and humans are replaced by machines. എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയ ഒരു സെന്റൻസ്, എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രാവശ്യം വായിക്കൂ. വായിച്ചതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കി. സെന്റൻസ് ഒന്ന് വായിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു മീനിങ് കിട്ടിയോന്നൊന്ന് നോക്കി. കിട്ടാതിരിക്കില്ല, അത് ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് കിട്ടിയ ആൾ കമന്റ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടെങ്കിലും തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോളട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ട. എപ്പോഴും ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഇല്ല അല്ലെ. അപ്പൊ കുറച്ച് നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കണം അതില്ല. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി ആ ഒരു സെന്റൻസ്, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ നോക്കി. ഐഡിയ ഇല്ല. സെക്കൻഡ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് സെന്റൻസ് വായിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ കിട്ടിയട്ടോ, ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പേര് പേര് പഠിച്ചിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേരൊക്കെ പഠിച്ചോളാം എല്ലാവരുടെ. ഇടയ്ക്കിടയ്ക്ക് പേര് വിളിച്ചാൽ മാത്രം നിങ്ങൾ ഇനി എന്താ റിപ്ലൈ തരുന്നുണ്ടോ? ഓക്കെ, ഒരാള് കമന്റ് ചെയ്തിട്ടോ. നോക്കാം, ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാവേ. The management has been superseded by human resource management as the development of the technology has taken place and human resources are replaced by machines. ഇനി ഈ സൂപ്പർസീഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? AI will replace humans. Yes, അത് തന്നെയാണ് അല്ലേ. നോക്കാം, ഈ സൂപ്പർസീഡഡ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? അർത്ഥം എന്താ കേട്ടിട്ടുണ്ടോ ടോമ? സൂപ്പർസീഡഡ്, സൂപ്പർസീഡഡ് ആരും കേട്ടിട്ടില്ല? സൂപ്പർസീഡഡ്
നിരാകരിക്കുക, മാറ്റിവെക്കുക, പകരം വെക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആസ് ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി അല്ലേ ഹാസ് ടേക്കൻ പ്ലേസ്. ഹ്യൂമൻസ് ആർ റീപ്ലേസ്ഡ് ബൈ മെഷീൻ അല്ലേ. ഇന്ന് നമ്മളൊരു കമ്പനിയില് ഒരു ഓർഗനൈസേഷൻ നോക്കിയിട്ട് നിങ്ങൾ ഹ്യൂമൻസിനെ കൂടുതൽ ആരായിരിക്കും? മെഷീൻസ് ആണ് അവിടെ, എക്യുപ്മെന്റ്സുകളാണ് അല്ലേ. അപ്പൊ എന്താണ്, മനുഷ്യന് പകരം ഇന്ന് എന്താണ്? മെഷീൻസ് ആണ് ജോലികൾ ചെയ്യുന്നത്. ആണോ? ഒരു ഫോമിൽ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനേക്കാൾ ഉപരി ചിലപ്പോൾ ഒരു ലിമിറ്റഡ് സ്റ്റാഫ് മാത്രം ഉണ്ടാകുള്ളൂ. ഈ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും മെഷീനിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്നാക്ക് ഒരു എന്താ പറയാ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുന്ന ഒരു കമ്പനി, ബിസ്ക്കറ്റ് കമ്പനി ആയിക്കൊള്ളട്ടെ അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ ആവശ്യമോടെ ഉള്ളൂ. ജസ്റ്റ് ചിലപ്പോൾ പാക്കിംഗ് വരെ ഇപ്പൊ മെഷീനിൽ തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ. ഇത് മിക്സ് ചെയ്ത് നമ്മളത് ഒരു ബിസ്ക്കറ്റ് മേക്ക് ചെയ്യാൻ ആ ഒരു മിക്സിൽ തുടങ്ങി ബാക്കി സെറ്റ് ആയിട്ട് ഓരോ ട്രെയിനിലേക്ക് വരുന്നു. പാക്കറ്റ് വരെയും നമ്മളെ മെഷീനിലാണ് വരുന്നത് അല്ലെ. മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്. ആണോ? അങ്ങനെയുള്ള എല്ലാ കമ്പനികളും അല്ലെ. അപ്പൊ അവിടെ മനുഷ്യന് പകരം എന്താണ്? മെഷീൻസ് ആണെന്ന് എല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന്. അതായത് മാനേജ്മെന്റ് സൂപ്പർസൈഡ് ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ നിരാകരിച്ചുകൊണ്ട് എന്താണ്? മെഷീൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് റിപ്ലേസ്ഡ് ബൈ മെഷീൻസ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ആ ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യന് പകരം എന്താണ്? മെഷീൻസ് ആണ് ഇന്ന് എല്ലാ ഓർഗനൈസേഷൻസിലും റൺ ചെയ്യുന്നതും അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടെ പങ്കുവഹിക്കുന്നതും. അപ്പോ അത് കൂടുതലും ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? എളുപ്പമുള്ള കാര്യമാണ്, കുറച്ച് വളച്ചൊടിച്ചൊക്കെ തരുന്നത് മാത്രം അല്ലെ. അങ്ങനെ തോന്നിക്കാണല്ലോ നിങ്ങൾക്ക്? തോന്നി അങ്ങനെ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം വളച്ചൊടിച്ച് അല്ലെ നേരെ കൊണ്ടെടുത്ത് വളഞ്ഞു തിരിഞ്ഞാണ് തന്നിരിക്കുന്നത് അല്ലെ. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ വായിച്ചത് ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കണം, എങ്കിലും നമുക്കത് മനസ്സിലാക്കുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ചതുകൊണ്ട് അതിന്റെ അർത്ഥം ഒന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാകും അല്ലെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ്? ശ്രീരാജായിരുന്നു പറഞ്ഞത്. ആണോ? നമ്മൾ പല ഫീൽഡിൽ നിന്നിപ്പോ നിങ്ങൾ കൊമേഴ്സ് ബേസ്ഡ് ഇല്ലാത്തവരുണ്ട് അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ക്ലാസ്സിൽ അല്ലെ പലതരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഈ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ക്ലാസ്സുകളെക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ആ ഉള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? ആണോ? കുറെ വ്യത്യാസങ്ങൾ വന്നു അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നപ്പോ നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നിക്കാണും ഇതെങ്ങനെ പഠിച്ചെടുക്കാനാണ് ഞങ്ങള് അല്ലെ. തോന്നിയിട്ടില്ല അങ്ങനെ? നമുക്കിത് പഠിക്കാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടാണല്ലോ, ഇത് എന്ത് ചെയ്യും, നമ്മൾ പാസ്സാകോ, അല്ലെങ്കിൽ ഇത് എടുത്തത് നമ്മൾ വെറുതെ ആയി പോയോ എന്നുള്ളൊരു ചിന്തയ്ക്ക് ഉണ്ടാകും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടാകില്ലേ? ഈ കൂട്ടത്തിൽ കുറെ പേർക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? യെസ് അല്ലെ. പക്ഷെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വരും. നമ്മളൊരു പുതിയൊരു കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ ആ ഒരു പുതിയ കാര്യത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വന്നാലും നമ്മൾ അതിനെ പഠിച്ചെടുക്കും. അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ തന്നെ നമ്മൾ ഇരിക്കുക. ഓക്കെ, ആരും അങ്ങനെ പഠിക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട. എല്ലാ ടീച്ചേഴ്സും മാക്സിമം സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു തരുന്നത്. ആണോ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കര സ്ട്രെസ് ചെയ്ത് അങ്ങനെ പഠിക്കും ഇങ്ങനെ പഠിക്കും എന്നൊന്നും പറയുന്നില്ല അല്ലേ. ഇപ്പൊ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാകുന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കി. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ അതിനകത്ത് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ഓപ്പറേറ്റീവ് ഫംഗ്ഷനും മാനേജീരിയൽ ഫംഗ്ഷനും. ഇത് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ അത്ര വായിക്കണേ. ഓപ്പറേറ്റീവ് ഫംഗ്ഷനിലെയും മാനേജീരിയൽ ഫംഗ്ഷനിലെയും ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കൂ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാവുന്നത് ആ പോയിന്റ്സ് മാത്രം ചോദിക്കോളും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇതുകൂടി ഒന്ന് നമുക്ക് പറയാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മാനേജ്മെന്റ്. അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ ഒരു ബ്രാഞ്ച് ആണ്. Which is concerned with the acquisition, maintenance, development, utilization and coordination of people at work. Which is concerned, human resource management concerned ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ്? ആ വർക്ക് പ്ലേസിലുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മെയിൻ്റെനൻസ്, അവരെ പരിപാലിക്കുക, അവിടെയുള്ള വികസനങ്ങള്, അക്വിസിഷൻസ്, ഡെവലപ്മെന്റ്സുകള്, ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ കൂടുതലുണ്ട്, നമ്മൾ പഠിച്ചു. ഇതൊക്കെയാണ് പ്ലാനിങ്, ഡയറക്ടിങ്, ഓർഗനൈസിങ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇൻ സച്ച് മാനർ that they will give their best to the enterprises. അവരുടെ പരമാവധി പെർഫോമൻസ്, അതായത് എന്താണ്? they will give, employees എന്ത് ചെയ്യുന്നു? മാക്സിമം എന്റർപ്രൈസിന് വേണ്ടി ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നു. ഓർഗനൈസേഷന് വേണ്ടി മാക്സിമം എംപ്ലോയി പെർഫോമൻസ് ചെയ്യുന്നു. It refers to a systematic function of planning for the human resource needs and demands, selection, training, compensation and performance appraisal to meet those requirements. അതായത് എന്താണ്? നമ്മള് എന്തിനൊക്കെ വേണ്ടി? പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഡിമാൻഡ്, സെലക്ഷൻ, ട്രെയിനിങ്, കോമ്പൻസേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗപ്പെടുത്തുന്നു. ഹ്യൂമൻ റിസോഴ്സിലെ പ്ലാനിങ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അത് ഡയറക്റ്റ് ചെയ്യാനും ഇതിനെല്ലാം ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗപ്പെടുത്തുന്നു. ക്ലിയർ ആണോ? ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പഠിച്ചത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിലൊക്കെ പഠിച്ചില്ലേ ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് തന്നെയാണ് വീണ്ടും ഒന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കിയാൽ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതേ HRM ഫങ്ഷൻസിന്റെ ഒരു ഫ്ലോ, ഒരു എന്താ പറയാ, പദസൂര്യ എന്നൊക്കെ പറയില്ലേ, പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ അവരൊരു ഫ്ലോ ചാർട്ട് രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. HRMന്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനൊന്ന് ഫ്ലോ ചാർട്ട് രൂപേണ എഴുതി വെച്ചിരിക്കുകയാണ്. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, managing change, ensuring health and safety, managing relationship, then evaluating. നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ HRMന്റെ ഫങ്ഷൻസ്. നോക്കിയൊന്ന് വായിച്ചു നോക്കി. ഫങ്ഷൻസ്: പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മാനേജിങ് ചേഞ്ചസ്, ensuring health and safety, maintaining relationship, then evaluating. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, വായിച്ചു എല്ലാവരും. Then ഇനി നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഹ്യൂമൻ റിസോഴ്സസും അതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പോരെ? ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അല്ലെ? ഓക്കെ, അപ്പൊ ഇന്ന് എടുത്തത് വളരെ കുറച്ച് ഭാഗമാണ് നമ്മൾ എടുത്തു പോകുന്നത്. ദെൻ എടുത്ത് അത്രയും നോക്കിയാണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ളൊരു അവസരമാണ്. നമുക്ക് ക്ലാസ്സിനിടയിൽ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് മ്യൂട്ട് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഡിസ്റ്റർബ്സ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഒരു 5 minutes ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ, എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? ഓക്കെയാണോ? ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറയാം. ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഓക്കെയാണ്. യെസ്, ദെൻ ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ഭാഗം ഒന്ന് പഠിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ നമ്മുടെ ക്ലാസ് പോയാൽ മതിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഉറക്കം വന്ന ആർക്കെങ്കിലും ബോറടിച്ചോ? ബോറിംഗ് തോന്നിയോ ക്ലാസ്സില്? ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss.